കാസർഗോഡ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. ഒരാളെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇയാൾ പ്രതിയാണോ എന്ന് വ്യക്തതയില്ല. ഇയാളുടെ DNA സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. ലഹരിമരുന്ന് കേസിൽ ഉൾപ്പെടെ പ്രതിയായ യുവാവാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത്. അർജുൻ ഹേമ വിശദാംശങ്ങളുമായി. അർജുൻ ഹേമ, വലിയ പരിശോധനകൾ പോലീസ് നടത്തുന്നുണ്ട്. ഒരുപക്ഷെ നാടറിയുന്ന വിധത്തിലുള്ള പരിശോധന നടക്കുന്നതായിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങളിലൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രതി ഇയാൾ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന വിധത്തിൽ എന്തൊക്കെ നടപടികളാണ് DNA പരിശോധന അടക്കമുള്ള എന്തൊക്കെ നടപടികളാണ് പോലീസ് ചെയ്യുന്നത്? നികേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു പരിശോധനയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ ഇരുട്ടിൽ തപ്പുന്ന ഒരു രീതിയാണ് ഇപ്പോൾ പോലീസ്. കാരണം എന്ന് വെച്ചാൽ ഇതുവരെ 2 ദിവസങ്ങൾ പിന്നിടുന്നു. പക്ഷേ ഇതുവരെ പ്രതിയിലേക്ക് എത്താൻ കഴിയുന്ന തെളിവുകളൊന്നും തന്നെ പോലീസിന് നിലവിൽ ലഭിച്ചിട്ടില്ല. ആകെ ലഭിച്ചിട്ടുള്ളത് ഒരു CCTV ദൃശ്യമാണ്. ഈ CCTV ദൃശ്യം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് രാവിലെയോടുകൂടിയായിരുന്നു ഇത്തരത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. അയാൾ നേരത്തെ തന്നെ വലിയ മറ്റ് കേസുകളിലൊക്കെ പ്രതിയായിട്ടുള്ള ഈ ലഹരി കേസുകളിലൊക്കെ പ്രതിയായ ആളെയാണ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പ്രദേശവാസിയാണ് ഇദ്ദേഹമെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ സ്ഥിരീകരണങ്ങൾ നിലവിൽ വരേണ്ടതായിട്ടുണ്ട്. ഇയാൾ മറ്റു കേസുകളിലൊക്കെ തന്നെ പ്രതി കൂടിയായ ആളാണെന്നും നിലവിൽ അറിയാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇയാളുടെ DNA പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. പോലീസിന് കുറച്ച് CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനമായും എടുത്തു പറയാനുള്ള കാര്യം 2 ദിവസം, അതായത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് സംഭവം നടന്നത്. അതിൽ നാട്ടുകാരും പോലീസും ഒരുപോലെ സംശയം പ്രകടിപ്പിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അത് ഈ പ്രദേശവാസി തന്നെയാണ്, അല്ലെങ്കിൽ ഈ കുടുംബവുമായി നേരിട്ട് അറിയാവുന്ന ആരോ ആണ് ഈ ക്രിയ നടത്തിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ആ സംശയം മുന്നിൽ നിൽക്കവേ തന്നെ അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ പോലീസ് നടത്തി വരുന്നത്. ഈ പ്രദേശത്തുള്ള ഈ വീടുകളിലുള്ള എല്ലാ CCTV ദൃശ്യങ്ങളും പോലീസ് നിലവിൽ ശേഖരിച്ചിട്ടുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഇയാൾ പ്രതിയാണോ എന്ന് നമുക്ക് യാതൊരു വിധത്തിലുള്ള വിവരങ്ങളും നിലവിൽ ലഭിക്കുന്നില്ല. എന്നിരുന്നാലും പോലീസിന്റെ കസ്റ്റഡിയിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥിരീകരണം ഈ കേസുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട്. CCTV കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. അതുമാത്രമല്ല, ഈ വിവിധ ഘട്ടങ്ങളായി തിരിഞ്ഞ് പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ നാടിലൊട്ടാകെ ഒരു അന്വേഷണം നടത്തുന്ന രീതിയാണ്. വലിയൊരു ഒഴിഞ്ഞ ഒരു പറമ്പിലായിരുന്നു ഈ പെൺകുട്ടിയെ ഉപേക്ഷിക്കുന്ന നിലയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ആ പറമ്പിലേക്കും പോലീസ് എത്തി വലിയ രീതിയിലുള്ള പരിശോധന നടത്തുന്നു. ഒപ്പം തന്നെ ഈ നാടിന് പരിസര പ്രദേശത്തൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. അതായത് ഈ ആളുകൾക്ക് മുന്നിലേക്ക് ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് പോലീസ് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഒരാൾ കസ്റ്റഡിയിൽ എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. പക്ഷേ അയാൾ പ്രതിയാണ് എന്ന് നമുക്ക് നിലവിൽ പറയാൻ കഴിയില്ല. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അയാളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അയാളെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പ്രദേശവാസിയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നുള്ളൊരു വിവരം മാത്രമാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്നത്. നികേഷ്, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അർജുൻ ഹേമ.